ഇറാൻ്റെ കൈവശം രാസായുധമുണ്ടെന്ന് അമേരിക്ക. അതേക്കുറിച്ച് തങ്ങൾ പഠനം നടത്തുകയാണെന്നും വല്ലാതെ വൈകാതെ അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന വിവരം തങ്ങൾക്ക് ലഭ്യമാകുമെന്നുമാണ് അമേരിക്ക പറയുന്നത്. ഇതേക്കുറിച്ച് അന്താരാഷ്ട്ര മേഖലയിൽ വലിയ ചർച്ച ആരംഭിച്ചിരിക്കുന്നു. കാര്യം, ഇത്തരം ഒരു പ്രവർത്തനം ഇതിനു മുൻപ് ഇറാഖുമായി ബന്ധപ്പെട്ട് അമേരിക്ക ചെയ്തതാണ്. അവിടെ രാസായുധം ഉണ്ടെന്നും പൂർണ്ണ നശീകരണ വസ്തുക്കളുണ്ടെന്നും അത് സദ്ദാം ഹുസൈൻ പ്രത്യേകമായിരിക്കുന്ന മേഖലയിൽ ഒളിപ്പിച്ചു വെച്ചതാണ്. അത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ സാമൂഹ്യമായിരിക്കുന്ന വലിയ ദുരന്തവും വലിയ വിപത്തും ലോകരാഷ്ട്രങ്ങൾക്കുണ്ടാകും, അല്ലെങ്കിൽ രാഷ്ട്രത്തിലെ ഭരണാധികാരികൾക്കോ ജനങ്ങൾക്കോ ഉണ്ടാകും എന്നതിനാൽ നശീകരണ പ്രവൃത്തിക്കുള്ള ഇത്തരം രാസായുധങ്ങൾ കണ്ടെത്തി നശിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് അന്ന് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായ രീതിയിൽ തന്നെ പ്രസ്താവന ഇറക്കിയതാണ്. അതോടനുബന്ധിച്ചാണ് യുദ്ധമുണ്ടാകുന്നത്. യുദ്ധത്തിന് ശേഷം സദ്ദാം ഹുസൈൻ്റെ ഭരണം നിലംപൊത്തി. പിന്നീട് തിരച്ചിൽ നടത്തി. ആ തിരച്ചിൽ എവിടെയും രാസായുധം കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്തില്ല. ഒടുവിൽ അന്നത്തെ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ലോകത്തോട് മാപ്പ് പറയുകയും ചെയ്തു. സോറി, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയത് തെറ്റായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ ഒന്ന് ന്യായീകരിച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇറാനുമായിട്ടും സംസാരിക്കുന്നത്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതേ സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് ലോകരാഷ്ട്രങ്ങൾ വിലയിരുത്തുന്നത്. അഥവാ ഇല്ലാത്തൊരു സംഭവത്തെ വ്രണമാക്കിയിട്ട് പറഞ്ഞ് ആ രാജ്യത്തിന് മേൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയോ സാധാരണഗതിയിൽ അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട കാര്യം. അങ്ങനെ ഈ സമൂഹത്തോട് അല്ലെങ്കിൽ ലോകത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നശീകരണ വസ്തുക്കളും സംവിധാനങ്ങളുമെല്ലാം ഇറാൻ്റെ കൈവശത്തിലുണ്ട്, അതുകൊണ്ട് ഇറാൻ ആക്രമിക്കുക, അത് നശിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് എന്ന് അമേരിക്ക സാധാരണഗതിയിൽ പറയാറുണ്ട്. ആ പറയുന്നതിൻ്റെ ആവർത്തനം, അത് ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി മറ്റു ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ തേടുന്ന കുറുക്കൻ്റെ തന്ത്രമാണ് ഇപ്പോൾ പ്രയോഗിക്കുന്നത്. അതിന് ഇറാൻ പറഞ്ഞ മറുപടി, ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്ന ലോകക്രമമല്ല ഇപ്പോഴുള്ളത്. കൃത്യവും സത്യവുമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. മാത്രമല്ല, എല്ലാ തരത്തിലുള്ള എല്ലാ കഥകൾ പ്രചരിപ്പിച്ചാലും തങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ പ്രതിരോധിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ തങ്ങളുടെ കൈവശത്തിലുണ്ട്. വളരെ കൃത്യതയോടുകൂടി ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ലോകത്തോട് തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഇന്നലെ തുടങ്ങിയ ഒരു രീതിയല്ല അമേരിക്കയുടേത് ഇത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും നയങ്ങളും നിലപാടുകളും ഇറാനെതിരെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇതിനെ അതിജീവിച്ചുകൊണ്ട് വിജയിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മുന്നേറ്റം. അതിൻ്റെ ഒരു ആവർത്തനം തീർച്ചയായിട്ടും ഇനി ഉണ്ടാകും. അപ്പോൾ സൈനികപരമായ രീതിയിൽ ഇത്രയേറെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഉപരോധത്തെ മറികടന്നുകൊണ്ട് ഞങ്ങൾക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിച്ചു, അല്ലെങ്കിൽ സൈനികപരമായിരിക്കുന്ന ശക്തി ഉണ്ടാക്കാൻ സാധിച്ചു എങ്കിൽ അതിനെ സംരക്ഷിക്കാനും ശത്രുവിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ആക്രമണം നടത്താനും വേണ്ടിയിട്ടും തങ്ങൾ കെൽപ്പുള്ളവരാണ്. അതുകൊണ്ട് ഭരണമാറ്റമുണ്ടാവുക, അല്ലെ രാജ്യത്തിന് നേരെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കി ഭരണം അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ ഇറാനിൽ അത് നടക്കുക വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് ഏറെക്കുറെ അമേരിക്കക്കറിയാം. ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ രാസായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇതുവരെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ കളം മാറ്റി ചവിട്ടി ഒന്ന് പിടിച്ചു നോക്കുകയാണ്. എന്നാൽ ഇതൊന്നും ഫലിക്കാൻ പോകുന്നില്ല എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാര്യം, ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഔദ്യോഗിക പക്ഷത്തുനിന്ന്, അതായത് ലോകത്തിലെ ഏതെങ്കിലും രാഷ്ട്രങ്ങൾ തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും രംഗത്ത് വന്നിട്ടില്ല. UN സഭയോ അതിൻ്റെ സംവിധാനങ്ങളോ അമേരിക്കയെ പിന്തുണക്കുന്ന സഖ്യ രാഷ്ട്രങ്ങളോ രാഷ്ട്ര ഭരണാധികാരികളോ തങ്ങൾ ഇറാൻ ആക്രമണത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ 100% ഇല്ലാത്തൊരു കാര്യം പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇറാൻ്റെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുക എന്നതിനപ്പുറമായി മറ്റൊന്നും അമേരിക്കയുടെ ലക്ഷ്യമല്ല എന്നുള്ളത് കൃത്യമാണ്. ഇത് വളരെ കൃത്യതയോടുകൂടി തങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, തങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ്. അതിന് സമാനമായിരിക്കുന്ന സ്ഥിതിയായിരിക്കും ഉണ്ടാവുകയും ചെയ്യാം. എത്ര ശക്തിയുള്ള ആയുധങ്ങൾ കൊണ്ട് ഇറാനെ നേരിട്ടാലും അതിനെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിക്കും, തിരിച്ചടിക്കാനും സാധിക്കും.
അതുകൊണ്ട് യുദ്ധം ഉണ്ടാക്കുക എന്നുള്ളത് ഇറാൻ്റെ ലക്ഷ്യമല്ല. ഇറാൻ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാറില്ല. എന്നാൽ ഇറാന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടന്നു കഴിഞ്ഞാൽ തങ്ങൾ തിരിച്ചടിക്കുകയും ചെയ്യും. അതിൻ്റെ തിരിച്ചടി മാരകമായിരിക്കുകയും ചെയ്തു. ഇറാൻ ഇറാഖ് യുദ്ധത്തെ സംബോധന ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതേക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധം നടന്നത് 8 വർഷമാണ്. 10 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ട ആ യുദ്ധത്തിൽ തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. അഥവാ തങ്ങൾ ഇറാഖിനെ ആക്രമിച്ചതല്ല, ഇറാഖ് തങ്ങളെ ആക്രമിക്കുകയാണ് ചെയ്തത്. തങ്ങളത് പ്രതിരോധം തീർക്കുകയും അവരെ തിരിച്ചാക്രമിക്കുകയാണ് ചെയ്തത്. അടിക്ക് തിരിച്ചടി എന്നതിനപ്പുറമായ രീതിയിൽ മറ്റൊന്നുമില്ലാത്ത രീതിയിലുള്ളൊരു സംവിധാനം തങ്ങൾ ഒരുക്കിയിരിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ആവർത്തിച്ചുകൊണ്ട് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, അമേരിക്ക ചെയ്യുന്ന ഏത് മണ്ടത്തരവും വിഡ്ഢിത്തവും ബുദ്ധിപരമെന്ന് അവർക്ക് തോന്നുന്ന എല്ലാ വിഷയങ്ങളെയും പ്രതിരോധിക്കാൻ മാത്രം ബലവും ശക്തിയുമുള്ള രാഷ്ട്രമായി ഇറാൻ സംവിധാനിക്കപ്പെട്ടത് ഒരുപക്ഷെ അമേരിക്ക മറന്നു പോകുന്നുണ്ട്. അത് ഓർക്കുന്നത് നല്ലതാണ്. അത് അവരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും ഏറെക്കുറെ അത് ഓർക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം ഇറാൻ്റെ പ്രസിഡന്റ് അവസാനിപ്പിക്കുന്നത്.